മാണിക്കേരള ലത്തീഫയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാണിക്കേരള ഇന്ന് ലോകമെമ്പാടും വളരെയധികം സന്തോഷത്തിൻ്റെ ദിവസത്തിലാണ്. ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ജീവിത സന്ദേശം ഓതിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പെരുന്നാളിന് രാവിലെ എണീച്ച് കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് സലാം പറഞ്ഞ് സ്നേഹങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നമ്മളവിടുന്ന് പിരിഞ്ഞ് നമ്മുടെ കുടുംബക്കാരുടെയും ജ്യേഷ്ഠന്യന്മാരുടെയും പെങ്ങന്മാരുടെയും അതുപോലെ സുഖമില്ലാതിരിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ സന്ദർശിച്ച് അവരുമായി സ്നേഹവാക്കുകളും സ്നേഹങ്ങളും പങ്കുവെച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. ബിരിയാണി ആയാലും മന്തി ആയാലും അങ്ങനെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉച്ചക്ക് പെരുന്നാൾ ഭക്ഷണമായി നമ്മൾ വീട്ടുകളിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാകും. അതൊക്കെ കഴിച്ച് നല്ല സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് മാണിക്കക്കല്ലിൽ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലും അതല്ലെങ്കിൽ ഖത്തറിലും ഒമാനിലും ഒന്നുമല്ല കേട്ടോ, നമ്മുടെ അകലാടാണ്. ചാവക്കാട് മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാട് അകലാട് ജുമാഅത്ത് പള്ളിയിലാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ മധുരം നൽകുന്നത് കണ്ടപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്ത് എൻ്റെ മാണിക്കക്കല്ലുകൾക്കൊന്ന് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയോടെ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ബലിപെരുന്നാൾ ദിനത്തിൽ അകലാട് ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന വിശ്വാസികൾക്ക് സ്നേഹത്തിൻ്റെ മധുരം നൽകുകയാണ് അകലാടിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ആത്മസമർപ്പണത്തിൻ്റെ ആഖ്യാനമാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും ഹജ്ജും ഒലുഹിയത്തുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിധേയത്വത്തിൻ്റെയും തവക്കുലിൻ്റെയും മന്ത്രണങ്ങളാണ്. ജീവിതത്തിൽ ഓർമ്മയുടെ പ്രാധാന്യം ചെറുതല്ല. ഓർമ്മകളെ പുതുക്കുമ്പോൾ സംഭവിക്കുന്നത് വിചിന്തനവും ആത്മസംസ്കരണവുമാണ്. ഏറ്റവും മുഖ്യമായ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നോർക്കുക. പവിത്രത നഷ്ടപ്പെടുത്താതിരിക്കുക. ലോകമെമ്പാടുമുള്ള മുഴുവൻ മാണിക്കക്കല്ലുകൾക്കും ബലിപെരുന്നാൾ ആശംസകൾ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നത് വരെ പോയി.